കെഎസ്ആർടിസി മൂന്നാർ ഡിപ്പോയുടെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച ഡോർമെറ്ററിയുടെയും തൊടുപുഴ അൽ-അസ്ഹർ കോളേജുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന മൂന്നാർ കെഎസ്ആർടിസി ട്രാൻസിറ്റ് സെന്ററിന്റെയും ഉദ്ഘാടനവും പുതിയ സംരംഭമായ ഫുട്ബോളിന്റെ നിർമ്മാണോദ്ഘാടനവും നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് എ. രാജ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. മൂന്നാർ കെഎസ്ആർടിസി ഡിപ്പോയിലെത്തുന്ന യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിപ്പോയുടെ ഭാഗമായി ഡോർമെറ്ററിയും തൊടുപുഴ അൽ-അസ്ഹർ കോളേജുമായി സഹകരിച്ച് ട്രാൻസിറ്റ് സെന്ററും സജ്ജമാക്കിയിട്ടുള്ളത്. ദിവസവും വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന കെഎസ്ആർടിസി മൂന്നാർ ഡിപ്പോയുടെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് എ. രാജ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. അതനുസരിച്ചാണ് ഒരു ബസ് സ്റ്റാൻഡും അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളും ഈ ഡിപ്പോ നവീകരണത്തിന്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും മൂന്നാറിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഒരു താമസ സൗകര്യം ഒരുക്കുന്നതിന് നേരത്തെ നമ്മുടെ പഴയ ബസ്സുകളായിരുന്നു, കെഎസ്ആർടിസി പഴയ ബസ്സുകളായിരുന്നു. അപ്പം അതിൽ നിന്നൊരു മാറ്റി സ്വന്തമായി ഒരു കെട്ടിടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു തീരുമാനം നേരത്തെ എടുത്തു. മന്ത്രിയടക്കം നേരിട്ട് ഇവിടെ വന്ന് താല്പര്യം കാണിച്ച് ഇപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് അത് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ താല്പര്യത്തോടു കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. മൂന്നാർ കെഎസ്ആർടിസി ഡിപ്പോ അങ്കണത്തിലായിരുന്നു പരിപാടി നടന്നത്. കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുജനങ്ങളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. നിലവിൽ പഴയ കെഎസ്ആർടിസി ബസ്സുകളിൽ ഡിപ്പോയിൽ സഞ്ചാരികൾക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പുതിയ ഡോർമെറ്ററി സൗകര്യം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ കൂടുതൽ സൗകര്യപ്രദമായ ഈ താമസസ്ഥലം സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്താം. സിറ്റി വിഷൻ മൂന്നാർ.